ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് അങ്ങനെ പുതിയ ഒരു ടോപ്പ് ഹൈയിലോട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ഒന്നും ഹൈയിലോട്ട് വന്നിട്ടില്ല. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ഒരു വീഡിയോ ഞാൻ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇന്ന് തന്നെ തുടങ്ങാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ടോപ്പ് ഹൈ എന്ന രീതിയിൽ 1,11,000 USD, ഏകദേശം 1,12,000 USD ചില എക്സ്ചേഞ്ച് പോയിട്ടുണ്ട്. ആ ഒരു ഹൈയിലോട്ട് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് അതേ ഒരു റേഞ്ചിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ആയിട്ടില്ല. പലർക്കും ഒരു കൺഫ്യൂഷനാണ്, ഇനിയും ആൾട്ട് കോയിൻസ് വന്നിട്ട് ഹോൾഡ് ചെയ്യണോ അതോ ഇനി സെല് ചെയ്യണോ, ഇങ്ങനെ പല കൺഫ്യൂഷനുണ്ട്. അതിന് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വീഡിയോ ഞാൻ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന പുതിയ ഹൈ അല്ലെങ്കിൽ ഹൈ എന്ന ട്രെൻഡിലാണ് നിൽക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അപ് ട്രെൻഡിലാണ് അല്ലെങ്കിൽ സൈഡ് വേസ് ആണെങ്കിൽ പോലും ഏകദേശം ബ്രേക്ക് ആവാതെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈ നോക്കി പോകുന്നതായിരിക്കും. അതനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്, സൈഡ് വേസ് നിൽക്കുകയാണെങ്കിൽ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും അതോടൊപ്പം ഹൈയിലോട്ട് വരുന്നതായിരിക്കും. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ ഏകദേശം 1,07,000 USD ആണ് നിൽക്കുന്നത്. ഇത് ക്രാഷിലോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് പെട്ടെന്ന് ക്രാഷിലോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇവിടെ സൈഡ് വേസ് ആണ്, 2 ആഴ്ച നിൽക്കുകയാണ് അല്ലെങ്കിൽ 1 മാസം നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആൾട്ട് കോയിൻസിൽ സ്ട്രോങ് ആയിട്ടുള്ള ബൈ വരുന്നതായിരിക്കും. പല ഇൻസ്റ്റിറ്റ്യൂഷനും നേരത്തെ ആൾറെഡി ബൈ ചെയ്തിട്ടുണ്ട്, അവർ കൂടുതൽ ബൈയിലോട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പുതിയൊരു ഹൈയിലോട്ട് പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. എന്നാൽ ലൈറ്റ് കോയിനിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, വലിയ വേരിയേഷൻ വന്നിട്ടില്ല. എന്നാൽ എതീരിയത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഏകദേശം നല്ല വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എതീരിയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2,000 USD, 1,500 USD, 1000 USD ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിൽ ഒരു എതീരിയം അല്ലെങ്കിൽ പകുതി എതീരിയം ഒക്കെ വേണമെങ്കിൽ ബൈ ചെയ്യാം. റിസ്ക്കും റിവാർഡും അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ടൊരു വീഡിയോ തന്നെ സ്പെഷ്യലായിട്ട് ചെയ്ത് മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഏകദേശം 2,771 USD പോയിട്ട് ഏകദേശം 2,500 USD റേഞ്ചാണ് നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. സൊളാന ഏകദേശം അതേ ട്രെൻഡ് തന്നെയാണ്. 100 USD വന്നിട്ട് ഏകദേശം 188 USD വരെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ 100 USD വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താല്പര്യമുള്ളവർക്ക് റിസ്ക് എടുത്ത് വീണ്ടും വേണമെങ്കിൽ ബൈ ചെയ്യാം. അതുപോലെ തന്നെ 9 USD നമ്മുടെ സൊളാന 10 USDക്ക് താഴെ വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. അതിനുശേഷം സൊളാനയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 296 USD വരെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് 100 USD എന്ന റേഞ്ചിലോട്ട് പോയത്. CT ഒക്കെ ലോങ് ടൈമാണ് ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ ആൾട്ട് കോയിൻസ് പ്രൈസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ വേരിയേഷൻ ഒന്നും വന്നിട്ടുണ്ടായിരിക്കില്ല. നേരത്തെ ഞാൻ വീഡിയോ ചെയ്ത പ്രൈസ് റേഞ്ച് ഏതാണോ അതേ ഒരു റേഞ്ചൊക്കെ തന്നെയാണ്, വലിയ വേരിയേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണെന്ന് ഇട്ട് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനി സൈഡ് വേസ് ആണ്, 2 മാസം നിൽക്കുകയാണ്, ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആൾട്ട് കോയിൻസ് അതനുസരിച്ച് ട്രെൻഡ് ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 75,000 USD ഉണ്ടായിരുന്ന ടൈം, 80,000 USD ഉണ്ടായിരുന്ന ടൈം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ആൾട്ട് കോയിൻസ് ബൈ ചെയ്യുന്ന റിസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറവാണ്. 150% മാത്രമാണ് നിങ്ങളുടെ റിസ്ക് എന്ന് പറയുന്നത്. റിവാർഡ് എന്ന് പറയുന്നത് 200 to 300% വരെ നിങ്ങൾക്ക് റിവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. EOS ഒക്കെ കണ്ടോ, വലിയ പ്രൈസ് പോയിട്ടില്ല, പക്ഷേ ഏകദേശം 1 USD നമ്മുടെ EOS ടച്ച് ആയിട്ടുണ്ടായിരുന്നു. 0.50 0.55 USD റേഞ്ചിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡോജിയും വലിയ വേരിയേഷൻ വന്നിട്ടില്ല. ആൾട്ട് കോയിൻസ് ഒന്നും തന്നെ വലിയ വേരിയേഷൻ വന്നിട്ടില്ല. ഏകദേശം ഡോജിയും 0.22 ആണ് നിൽക്കുന്നത്. ഇനി നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 1,20,000 25,000 USD ഒക്കെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ 1,10,000 USD എൻ്റെ സൈഡ് വേസ് നിന്നാൽ പോലും നമ്മുടെ ആൾട്ട് കോയിൻസ് ഹൈയിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ CET, അതുപോലെ തന്നെ റോസ്, ഒയാസിസ് നെറ്റ്വർക്ക്, അതൊന്നും വലിയ വേരിയേഷൻ വന്നിട്ടില്ല. മിക്ക മാർക്കറ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, വലിയ വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, സുയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിങ്ക് 11 USD പറഞ്ഞത്, ഇപ്പോൾ ഏകദേശം 15 USD ആണ്. ഹെബ്ബാർ ഏകദേശം 0.20 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.16 ഒക്കെ വരികയാണെങ്കിൽ ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോൺ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് ടൈം. മിക്ക പ്രോജക്റ്റും തന്നെ വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടില്ല. പിന്നെ വെറ്റ് അല്ലെങ്കിൽ വി ചെയിൻ 0.026 ആണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്രാഷിൽ പോവുകയാണെങ്കിൽ 0.013 നിങ്ങൾക്ക് വെറ്റ് ഡൗണിലോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്, ഡൗൺ ആവുകയാണെങ്കിൽ. പക്ഷേ ഹൈ ആവുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു 200% 250% ഒക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ CRO എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം 0.095 ആണ് നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ മുമ്പുള്ള തവണ
പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.095 ബൈ എടുക്കാൻ വേണ്ടി. എന്നിട്ട് അത് മാർക്കറ്റ് പെട്ടെന്ന് 0.21 USD പെട്ടെന്ന് ക്വിക്കായിട്ട് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് അതേ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് വീണ്ടും CRO വന്നിട്ടുള്ളത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് ടൈം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഫാൻഡം 0.45 ആണ്, 0.40 ഒക്കെ സോണിക്ക് നെയിം ചേഞ്ച് ചെയ്ത ടൈമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 0.53 മാത്രമേ വേരിയേഷൻ വന്നിട്ടുള്ളൂ. ലോങ് ടൈം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. മിക്ക പ്രോജക്റ്റും അത് തന്നെയാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല, കാരണം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മാത്രമേ ഹൈ ആയിട്ടുള്ളൂ. ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് വലിയ വേരിയേഷൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. ഇനി അടുത്ത് കേക്ക്, പാൻ കേക്ക് സ്വാപ്പ് പലർക്കും ഒരു ഡൗട്ടാണ്. പാൻ കേക്ക് സ്വാപ്പ്, അതുപോലെ തന്നെ നമ്മുടെ യുനിസാപ്പിൻ്റെ യുനി ടോക്കൺ, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലോങ് ടൈം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. പിന്നെ അയോട്ട 0.20 ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.15 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. അയോട്ടയൊക്കെ നമുക്ക് പലതവണ പ്രോഫിറ്റ് തന്ന പ്രോജക്റ്റാണ്. വെർജ് എന്ന് പറയുന്ന പ്രോജക്റ്റ്, വെർജ് ഞാൻ പിന്നെ പറയാം. MXC ടോക്കൺ 0.70 ആണ്. നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. സുഷി സാപ്പ് 0.71 ആണ്. പിന്നെ ETHW 1.71 ആണ്. ഞാൻ ഇതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ട് മുമ്പൊരു വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മുടെ ഡിജി ബൈറ്റിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് 0.0098 ഒക്കെ ലോങ് ടൈം ആണ് പറഞ്ഞത്. സിലിക്കയും ബാറ്റും എപ്പോഴും ഒരുമിച്ചാണ് പറയുന്നത്. ഒരു പ്രോജക്റ്റും തന്നെ വലിയ രീതി വേരിയേഷൻ വന്നിട്ടില്ല. വെർജ് 0.0068 ആണ്, 0.0050, അതുപോലെ തന്നെ 0.010 ലോങ് ടൈമിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. വെർജൊക്കെ നമുക്ക് പലതവണ റിപ്പീറ്റ് ചെയ്ത് പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ്. ഓക്കെ, പിന്നെ ബിറ്റ്കറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4.5 USD ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഏകദേശം $5.49 ആയിട്ടുണ്ട്. ഓക്കെ, ഇത്ര മാത്രമേ പറയാനുള്ളൂ. വേറെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. കാരണം ആൾട്ട് കോയിൻസ് ഹൈ ആയാൽ മാത്രമേ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇപ്പം ബിറ്റ്കോയിൻ്റെ അകത്തും നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ വന്നിട്ടുണ്ട്. സ്കാൽപ്പ് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ പെർപെക്ച്വൽ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ വന്നിട്ടുണ്ട്. അതനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്യാനുള്ള അവസരം നമ്മുടെ ബിറ്റ്കോയിൻ്റെ അകത്ത് നല്ല രീതിയിലുണ്ട്. പക്ഷേ ആൾട്ട് കോയിൻസിൻ്റെ അകത്ത് സ്കാൽപ്പ് ചെയ്യുന്നതിനോട് എനിക്കത്ര വോളിയം വളരെ കുറവാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ BNB എതീരിയത്തിൻ്റെ അകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോളിയം ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്ര മാത്രമേ ഈ ഒരു വീഡിയോ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. ബിറ്റ്കോയിൻ്റെ പ്രൈസ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ആൾട്ട് കോയിൻസ് പ്രൈസ് ഹൈ ആയിട്ടില്ല, അതുകൊണ്ടാണ് അത് പറയാത്തത്. അതുകൊണ്ട് ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ഹോൾഡ് ചെയ്യുക. ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഹൈ ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുകയാണ്. ഗോൾഡിൻ്റെ പ്രൈസ് ഹൈ ട്രെൻഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് പെട്ടെന്ന് ഹൈയിലോട്ട് ട്രെൻഡ് ചേഞ്ച് ആവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആൾട്ട് കോയിൻസ് പെട്ടെന്ന് പോയിട്ട് ഷോർട്ടിലോട്ട് ട്രൈ ചെയ്യുന്നതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ല. കാരണം ബിറ്റ്കോയിൻ്റെ പ്രൈസ് സ്റ്റേബിളായിട്ട് നിൽക്കുമ്പം ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസിങ് ക്വിക്കായിട്ട് ഹൈയിലോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ ആണ്. ഓക്കെ, ഇനി അടുത്ത് കണ്ടോ, BNB ഒക്കെ പെട്ടെന്ന് വേരിയേഷൻ വന്നിട്ടുണ്ട്. BNB ഒക്കെ ഏകദേശം 590 നിന്ന് 696 കണ്ടോ. നല്ല രീതിയിൽ വോളിയം BNBക്കകത്തൊക്കെ വേരിയേഷൻ വരുന്നുണ്ട്. BNBക്കകത്തൊക്കെ വോളിയം വേരിയേഷൻ വരുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. ബൈനാൻസ് എക്സ്ചേഞ്ചിൻ്റെ അകത്ത് കൂടുതൽ ട്രേഡ്, ഓക്കെ, കൂടുതൽ വോളിയം അല്ലെങ്കിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കൂടുതൽ ഇൻവോൾവ് ആവുന്ന ഒരു ടൈമാണ്. പെട്ടെന്ന് വോളിയം നമ്മുടെ BNBക്കകത്ത് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർ സ്കാൽപ്പ് ഇപ്പോഴും വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് പെർപെക്ച്വൽ. കാരണം BTCക്കകത്ത് നല്ല രീതിയിൽ വോളിയം ഉണ്ട്. ഇത്ര മാത്രമേ പറയാനുള്ളൂ. കാരണം ഇനി അടുത്ത് നമ്മുടെ ആൾട്ട് കോയിൻസ് ഹൈ ആവുന്നതനുസരിച്ച് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും.